നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തിനായിട്ട് നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വളരെ മാർമികമായിട്ടുള്ളതും ഗലാത്യ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗം എന്ന് പറയുന്ന ഭാഗങ്ങളിലൂടെയാണ് പൗലോസിൻ്റെ പ്രധാനപ്പെട്ട ചില വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ചില വെളിപ്പാടുകളിലൂടെയാണ് ഈ ലേഖനം 3-ാം അധ്യായവും 4-ാം അധ്യായവും പ്രധാനമായിട്ട് കടന്നു പോകുന്നത്. അത് പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും അല്ലെങ്കിൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ എടുത്ത് വിശ്വാസത്താലുള്ള നീതി എന്താണ് എന്ന് വളരെ സവിസ്തരം വിവരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഭാഗങ്ങളോടൊക്കെ നീതി പുലർത്തണമെങ്കിൽ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന ഓരോ വാക്യങ്ങളും കുറച്ച് സമയം നിന്ന് അതിനെപ്പറ്റി പ്രസംഗിച്ചാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവദാസന്മാരൊക്കെ അതുകൊണ്ട് അതിലിങ്ങനെ വളരെ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് അതിലൂടെ പോയതെന്ന് അവരുടെ ഷെയറിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. കാരണം ഇതൊരു MP3 സ്റ്റൈലിൽ നമ്മളിത് ആക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കിത് സമയമെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ കണ്ടത്, ഞാൻ ക്രിസ്തുവിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ന്യായപ്രമാണം പ്രവർത്തിച്ചിട്ട് എനിക്ക് ഏൺ ചെയ്യാൻ കഴിയുന്ന നീതി എന്ന് പറയുന്നത്, എന്നാൽ സൗജന്യമായി യേശുവിൽ വിശ്വസിക്കുന്നവന് ദൈവം സൗജന്യമായി നൽകുന്ന നീതിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പ്രവൃത്തി കൊണ്ട് നേടുന്ന നീതി ഒന്നുമില്ല. ഈ സൗജന്യമായി ഞാൻ പാപിയാണെന്ന് വിശ്വസിക്കുകയും എന്നെ നീതീകരിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുത്തന് ദൈവം സൗജന്യമായി നൽകുന്ന നീതിയാണ് അഭിലഷണീയം. കാരണം എൻ്റെ സ്വയനീതി എനിക്ക് ഒരു നിലയിലും ദൈവത്തോട് അടുക്കുന്നതിന് എന്നെ ഉപകരിക്കുകയില്ല. അതുകൊണ്ട് കർത്താവ് ഇത്ര വലിയൊരു കൃപ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി നിവർത്തിക്കുകയും എനിക്കത് അവൈലബിൾ ആക്കി തരികയും ചെയ്തതുകൊണ്ട് ആ കർത്താവ് എനിക്ക് വേണ്ടി നേടിത്തന്ന കൃപ ഇത്തിരി പോലും, ഒരു തുള്ളി പോലും, ഒരു ഇച്ചിരി പോലും അതിനെ ഞാൻ വേസ്റ്റാക്കി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വയനീതിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ നീതിയെ തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വയനീതിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തോടുള്ള പ്രാഗൽഭ്യത്തിൽ നിന്ന് ആ പ്രാഗൽഭ്യത്തിൽ തുടരാൻ കഴിയുന്നെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് സ്വന്തം ജീവൻ നൽകിയ എൻ്റെ കർത്താവിൻ്റെ മരണം വൃഥാവാക്കി കളയാൻ ഞാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള പൗലോസിന്റെ പ്രസ്താവനയാണ് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, എനിക്ക് ഈ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ പ്രസംഗിക്കണമെന്നുണ്ട്. എന്നാൽ അറിയാതെ ചില ഭാഗം അങ്ങ് പ്രസംഗിച്ച് പോകുമ്പോൾ അവിടെ വെറുതെ കയറി അങ്ങ് വാചാലമായി പോകും. അങ്ങനെ പ്രാധാന്യം കൊടുക്കേണ്ട ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കാനും പറ്റത്തില്ല. എന്നാൽ ഈ ഭാഗം വിട്ടേച്ച് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അവിടെ തന്നെ നിന്ന് കൂടുതൽ ധ്യാനിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ എനിക്ക് വരികയും ചെയ്യും. ഇന്നെന്നാലും ഒന്ന് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈക്വലായിട്ട് ഒരു 3 പോയിന്റ് ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇവിടെ പറഞ്ഞേക്കാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? നമുക്കറിയാം, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും ദേശത്തെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലും സുവിശേഷീകരണോടുള്ള ബന്ധത്തിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്. എന്നോട് പല വ്യക്തികളും ഷെയർ ചെയ്തിട്ടുണ്ട്, ബ്രദറെ ഇപ്പോഴത്തെ സുവിശേഷീകരണം ഒന്നും പോരാ ബ്രദറെ, ഇത് ശരിക്കും ഒരു അത്ഭുതവും അടയാളങ്ങളും ഒക്കെ നടന്ന് ഏലിയാവ് തീ ഇറക്കിയതുപോലെ മീതെന്ന് തീ ഇറക്കുന്ന ശുശ്രൂഷ നടക്കാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇന്ന് സുവിശേഷീകരണം നടക്കാത്തത്, മറ്റു പലരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് എന്നൊക്കെ ചിന്തിക്കുകയും അത് ദൈവദാസന്മാരുടെ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ കേവലം ഒരു കുറവും അവരുടെ ആത്മാർത്ഥത കുറവുമായിട്ട് പോലും കാണുകയും അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. വിശ്വാസഗോളത്തിൽ തന്നെ ഉണ്ട്. എനിക്കും ചില സമയങ്ങൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയല്ല. ആ കൂട്ടത്തിൽ നിന്ന് എന്നെ എക്സംപ്റ്റ് ചെയ്ത് പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു സത്യം വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഒരു വ്യക്തി ദൈവത്തെ അറിയാനും രക്ഷിക്കപ്പെടാനും ഒക്കെ വേണ്ടി ദൈവം ഡിസൈൻ ചെയ്തേക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഉള്ള
ദൈവം നൽകിയേക്കുന്ന വഴിയാണ് അവന്റെ വചനത്തിന്റെ പ്രസംഗം നിമിത്തം നമ്മൾ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവവചന മുഖാന്തരം നമ്മൾ രക്ഷിക്കപ്പെടണം. നമ്മൾ വീണ്ടും ജനിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതും നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതുമായ ജീവനുള്ള വചനം എന്ന് നമ്മൾ അൺപെരിഷബിൾ സീഡ് എന്ന് പത്രോസ്ലിയുടെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, ഈ വചനത്തിന്റെ പ്രസംഗം കേട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അവന് ലോകത്തിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു അത്ഭുതമോ അടയാളമോ യേശുക്രിസ്തു ആളത്വമായിട്ട് തന്നെ അവന്റെ മുന്നിൽ വന്ന് നിന്നാലോ അവൻ രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വ്യക്തിക്ക് വീണ്ടും ജനനം നൽകാനും അവന്റെ ഹൃദയത്തിൽ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് നൽകാനുമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത്. നമുക്ക് ലാസറിന്റെ ഉപമയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ അവിടെ യാതനാസ്ഥലത്ത് കടന്നുപോയ ചില വ്യക്തികൾ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, അയ്യോ ഇതൊക്കെ സത്യമാണെന്ന് ഞങ്ങളുടെ സഹോദരന്മാർക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ വിടണ്ട, ഈ ലാസറിനെ തിരിച്ച് പറഞ്ഞു വിട്ടിട്ട് അവരോടൊന്ന് പ്രസംഗിക്കാൻ പറയാമോ? അങ്ങനെയൊക്കെയുള്ള ചില റിക്വസ്റ്റ് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. കർത്താവ് പറയുകയാണ് അവർക്ക് മോശയും, അത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ഭാഗം പറയും. നമ്മൾ ഈ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് ഈ ഭാഗത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്തത് കൊണ്ടല്ല, പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ നാക്കിൽ ആ പ്രത്യേക വാക്ക് വരാത്തതുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 29-ാം വാക്യം അവിടെ പറയുകയാണ്, അബ്രഹാം അവനോട് അവർ പറയുന്നത്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. എൻ്റെ അതെ. അപ്പോഴാണ് ഉത്തരം പറയുന്നത്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. ഈ 31-ാം വാക്യം, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നമുക്ക് വളരെ ഭാരം തോന്നാം, ഇങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞല്ലോ, എന്തെങ്കിലും ദൈവം ചെയ്യേണ്ടതായിരുന്നു. ലാസറിനെയോ ദൂതന്മാരെയോ മിഖായേലിനെയോ ഒക്കെ പറഞ്ഞു വിടേണ്ടതായിരുന്നു, എന്തുകൊണ്ട് വിട്ടില്ല എന്ന് നമുക്ക് തന്നെ അസ്വസ്ഥത തോന്നും. എന്നാൽ ദൈവത്തിന് ഈ വിഷയത്തിൽ ഒരു അസ്വസ്ഥതയും തോന്നുന്നില്ല. കർത്താവ് ഈ ലോകത്ത് വന്ന് താൻ 3.5 വർഷക്കാലം തന്നെ ശുശ്രൂഷ ചെയ്തപ്പോഴും ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോഴാണ് ആ വീണ്ടും ജനനം നടക്കുന്നതെന്നും, ഈ ദൈവത്തിന്റെ വചനമാണ് ഒരു വ്യക്തിയുടെ വീണ്ടും ജനനത്തിനും നിത്യതയിലേക്ക് പോകാനുമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഉപാധി എന്നുള്ളതും, ആ വചനത്തിലൂടെയാണ് ഇതൊക്കെ നടക്കേണ്ടതെന്നും ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് ചില വ്യക്തികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു എങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല അടിസ്ഥാനപരമായ കാര്യം, മറിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗമാണ്. ആ ദൈവത്തിന്റെ വചനത്തിന് അത് കേൾക്കേണ്ട രീതിയിൽ, പ്രസംഗിക്കേണ്ട രീതിയിലും കേൾക്കേണ്ട രീതിയിലും ഒരു വ്യക്തി കേൾക്കുകയും അത് പ്രസംഗിക്കപ്പെടുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവഹിതം അനുസരിച്ച് ഒരു വ്യക്തി വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദൈവവചനത്തിന്റെ വെളിപ്പാടിലൂടെയാണ് ഒരു വ്യക്തി കടന്നു വരുന്നത്. ഇവിടെ പൗലോസ്ലിയ ഇവിടെ പറയാണ്, ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വരച്ചു കിട്ടിയിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാനായിട്ട് കഴിയും, പൗലോസ് തന്റെ പ്രസംഗത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ എത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിച്ചത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. എന്ന് മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളും അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയാകുന്നു. ഐ ഡിഡ് നോട്ട് കം ടു യു വിത്ത് ഇലക്വൻസ് എന്ന ഒരു ഭാഗത്ത് നമ്മൾ വായിക്കും. ഞാൻ വാചാലതയോടെ അല്ല, ഒരുപക്ഷെ ഞാനിപ്പോ ഈ പ്രസംഗം എന്നോട് കൂടെ പറഞ്ഞ ദൈവദാസന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മഴ പോലെ ചില പറഞ്ഞിട്ടായിരിക്കും. ഒരുപക്ഷെ വാചാലതയിലല്ല ഇതിന്റെ കാര്യം ഇരിക്കുന്നത്. വാചാലതയിലൂടെ തൽക്കാലത്തേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാനൊക്കെ പറ്റും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്, അത് അത്രേ ഉള്ളൂ. ഞാൻ പണ്ടേ പ്രസംഗിക്കുന്ന ഒരു ശൈലി ആയതുകൊണ്ടാണ്. അല്ലാതെ വാചാലതയിലൂടെ മാത്രം കുറെ നല്ല മലയാള പദങ്ങളും ഒക്കെ എടുത്ത് കുറെ കാവ്യാത്മകമായിട്ട് ഇതൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല ഈ പ്രസംഗം നടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വീണ്ടും ജനനാനുഭവം പകരത്തക്കവണ്ണം ഇതിന്റെ ഉള്ളിൽ ആക്റ്റീവായിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയുണ്ട്. അത് അനേകർക്ക് നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം ആണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയായിട്ട് തീരുന്ന ഒരു ദൈവശക്തി ഇതിലൂടെ വ്യാപരിക്കുന്നു. പൗലോസ് പറയുന്നത്, എന്റെ വാചാലത കൂടിയിട്ട് ക്രൂശ് മറഞ്ഞു പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ വാചാലതയോടും കൂടെ അല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ
എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും ദൈവം ആരാണെന്നും മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നും ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്നും അവന് ഒരു വെളിപ്പാടായിട്ട് അവന്റെ ഹൃദയത്തിൽ ലഭിക്കത്തക്കവണ്ണം, ബുദ്ധിപരമായ ഒരു അറിവ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വെളിപ്പാടായിട്ട് അവന്റെ ഹൃദയത്തിൽ അത് ലഭിക്കത്തക്കവണ്ണം അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ജനിപ്പിച്ച് അവനെ വിശ്വാസത്തിലേക്ക് നടത്താൻ ശക്തിയുള്ള ഒരു വചനമായി പ്രസംഗിക്കും. അതുകൊണ്ട് പുറമേ നിൽക്കുന്ന പലർക്കും ഇതൊക്കെ തോന്നും, ഇതൊക്കെ ഈ പറയുന്നത് എന്താ, ഒരു സ്ത്രീ കന്യകയായിരുന്നവൾ ഗർഭം ധരിച്ചു, മകനെ പ്രസവിച്ചു, അവൻ അനേകര പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പ്രസംഗിക്കപ്പെടുന്നു, അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബുദ്ധിക്ക് നിരക്കാത്ത വിഡ്ഢിത്തരമായി പറയുന്നതെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകാം. എന്നാൽ ഈ വിഡ്ഢിത്തരത്തിൽ വിശ്വസിക്കാനും, ഈ വിഡ്ഢിത്തരമെന്നും ലോകം കാണുന്ന ഭോഷത്വമെന്നും ഇടർച്ചയെന്നും ലോകം കാണുന്ന ഈ സത്യം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായി തീരത്തക്കവണ്ണം, അതിനെ ഏറ്റെടുക്കാൻ തക്കവണ്ണം ഇത് നമ്മുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ കണ്ണിന് മുന്നിൽ ഇത് വരച്ചു കിട്ടപ്പെട്ടു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വരച്ച് ലഭിക്കപ്പെട്ടു. ചില ദൈവഭക്തന്മാരുടെ വചന ശുശ്രൂഷയാൽ അത് വരച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് വലിയൊരു വെളിപ്പാടായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ് എബ്രായർക്ക് എഴുതുന്ന ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളെല്ലാം വായിക്കുന്നത് പോലെ, സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനടുത്തും മേഘതമസ്, അന്ധകാരം, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേയും അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അത് ആ വാക്ക് കേട്ടവർ ഇനി ഒരു വാക്ക് പോലും പറയരുതേ എന്ന് മോശയോട് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ട് അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ആജ്ഞ അവർക്ക് സഹിച്ചുകൂടായിരുന്നു. എന്നിട്ട് പറയുക. അപ്പം നമ്മൾ ഓർക്കണം, സീനായ് പർവ്വതത്തിൽ ദൈവം അല്ലെങ്കിൽ അവിടെ പറയുന്ന ദൂതന്മാരുടെ കയ്യിൽ നിന്നാണ് വേറെടുത്ത് വായിക്കുന്നത്. ആ നിലയിൽ ദൈവികമായിട്ടുള്ള ഒരു വെളിപ്പാട് അവിടെ ഉണ്ടാകുകയും സീനായ് മല കുലുങ്ങുകയും അത് എല്ലാവരും ഭയന്ന് വിറയ്ക്കുകയും മോശയോട് അവരെല്ലാം പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശയെ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അപ്പൊ മോശയും പറയുന്നു ഞാനും ഭയന്ന് വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു കാഴ്ച അവിടെ ഉണ്ടായി. എന്നാൽ അങ്ങനെയൊക്കെ ദൈവത്തിന്റെ മുന്നിൽ നടുങ്ങി വിറച്ച് നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ മോശയെ 40 ദിവസം പർവ്വതത്തിലായിരുന്ന ഇത്രയും വലിയ അവരുടെ സകല അവരെ നടുക്കുന്ന നിലയിലൊരു അത് കാര്യമായിട്ട് ദൈവം അവരുടെ മുന്നിൽ വെളിപ്പെട്ടിരിക്കുമ്പം തന്നെ അവർ കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിചാരം ഒന്ന് പേടിപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭയങ്കര ഒരു മിറക്കിള് നടന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ ഞാനങ്ങ് ദൈവത്തെ വിശ്വസിച്ചേക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ആത്മാവിലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാനിന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ സീനായ് മലയിൽ ശാരീരികമായിട്ടോ ഭൗതികമായിട്ടോ നോക്കിയാൽ ആ സീനായ് മലയിൽ ഉണ്ടായതിനേക്കാളും ഹൈ പവറിലും ഹൈ പൊട്ടൻഷ്യലിലും ഉള്ള ഒരു വെളിപ്പാടാണ് എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഒരു മലയും കുലുങ്ങിയിട്ടില്ല, ഒരു ഭൂമിയും കുലുങ്ങിയിട്ടില്ല, ആരും പേടിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്ന ആ സ്നേഹമസൃണമായ ശബ്ദം എന്ന് പറയുന്നത് അതിനേക്കാളും പവർഫുള്ളും അതിനേക്കാളും ഒരു ഡീപ്പർ ലെവൽ ഓഫ് റെവലേഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് അവിടെ കമ്പയർ ചെയ്ത് പറയുന്നത്. നിങ്ങൾ സ്ഥൂലമായതും തീകത്തുന്നതും അന്ധകാരം, മേഘതമസ്, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലേക്കും അല്ല വന്നിരിക്കുന്നത്. അവർ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ദൈവിക വെളിപ്പാടിന്റെ ആഴവും അതിന്റെ ഗാംഭീര്യവും അതിന്റെ പ്രസക്തിയും എത്രമാത്രമാണെന്ന് ആ ദൈവത്തിന്റെ വചനഭാഗത്തുനിന്ന് നമുക്ക് വെളിവാകുന്നുണ്ട്. അപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞ അതേ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഞാൻ റിവൈവൽ ടാരീസിൽ ഒരു ചാപ്റ്റർ പറഞ്ഞല്ലോ, സോൾ ഹോട്ട് പ്രീച്ചിങ് എ ലോസ്റ്റ് ആർട്ട്. ഹൃദയതപനത്തോടെയുള്ള വചനപ്രസംഗം, ഹൃദയതപനത്തോടെയുള്ള ഒരു വചനപ്രസംഗം, അത് ഇന്ന് അന്യം നിന്നുപോയ ഒരു അനുഭവമാണ് ദൈവസഭയിൽ എന്നാണ് ആ ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ കുമ്പനാടോ എവിടെ നടന്ന ഒരു കൺവെൻഷനിൽ ഒരു ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ അവിടെ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു. ഈ കഴിഞ്ഞ വർഷം അല്ല 1-2 വർഷം മുമ്പ് നമ്മളൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടാൽ തോന്നും
ഈ പ്രസംഗിക്കുന്നവൻ പോലും ഇതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള മട്ടിനാ പ്രസംഗിക്കുന്നത്. നമ്മുടെ പ്രസംഗം മറ്റുള്ള പലരെയും അത് ആത്മീയമായി ഉണർത്താനും മോട്ടിവേറ്റ് ചെയ്യാനും തക്കവണ്ണം ഇടയായിത്തീരുന്ന പ്രസംഗമായി തീരണം. അതിനുള്ള വിലയും അതിനുള്ള പ്രാർത്ഥനയും അതിനുള്ള കണ്ണുനീരും നമ്മൾ അതിൽ ഒഴിച്ചിട്ട് മാത്രമേ നമ്മൾ അതിന് മുന്നിലേക്ക് പോകാവൂ പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം കേട്ടുകൊണ്ട് തന്നെ പിന്മാറിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണേണ്ടി വരും എന്നാ ദൈവദാസൻ പറഞ്ഞപ്പം ഞാൻ ദൈവസന്നിധിയിൽ തകരാനിടയായി തീർന്നു. കർത്താവ്, എന്റെ പ്രസംഗം കൊണ്ട് എനിക്ക് ആരെങ്കിലും ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ആ വ്യക്തിയെ ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം അവനെ അത് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ പൗലോസ് പറയാണ്, നിങ്ങളുടെ കണ്ണിന് മുന്നിൽ ക്രിസ്തുവിനെ വരച്ചു തന്ന ഒരു അനുഭവമാണ് നിങ്ങളുടെ ഇടയിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പം ഞാൻ ചെയ്തത്. നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും പൗലോസ് അവിടെ എന്താ ചെയ്തത് എന്ന്. നമുക്ക് ഇക്കോന്യ, ലുസ്ത്ര എന്നീ സഭ അവിടെ കടന്നു പോവുകയും ദൈവം പഴയകാല നിങ്ങളുടെ അജ്ഞാനകാലങ്ങളെ ദൈവം ഇനി നോക്കുന്നില്ല എന്ന്, ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണമെന്ന് വളരെ കട്ടിയായിട്ട് അവർ പ്രസംഗിക്കുകയും അവരുടെ ബുദ്ധിഭ്രമം തടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ അവിടെ വായിക്കാനായിട്ട് കഴിയും. വിവരിക്കാനായിട്ട് സമയമില്ലല്ലോ. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആത്മനിറവോടെയുള്ള വചനപ്രസംഗത്തിന്റെ അത്രയും ഉള്ള ഒരു അത്ഭുതം, അടയാളം അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ശുശ്രൂഷ വേറൊന്നും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് ചെയ്യാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കിയാട്ടെ അടുത്തത്. അങ്ങനെ ക്രിസ്തുവിനെ വരച്ചു കിട്ടിയിരിക്കുന്നവരായ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് എനിക്ക് ഒത്തിരി നാളുകളായിട്ട് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അതിന് ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. പലതും നമുക്കും അറിയാലോ, നമ്മുടെ കേരളത്തിലും ഒക്കെ ഉള്ള സംഗതിയാണ് ക്ഷുദ്രം. എന്നാൽ ഇതൊരു പ്രത്യേക നിലയിലുള്ള ക്ഷുദ്രമാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തികൾക്ക് അവർക്ക് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് ഒരു ബ്രേക്കിംഗ് ഒരു തടസ്സം ഇവിടെ സംഭവിച്ചേക്കുക. എന്നാൽ അവരോട് ചോദിക്കുക, എന്നാ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, ചിരിക്കുക. അത് ചില പലരും ഞാൻ കണ്ടു ചിരിച്ചോണ്ടിരിക്കുക. എന്താ ബ്രദറെ പ്രശ്നം? എന്താ മീറ്റിങ്ങിന് വരാത്ത? ഒരു പ്രശ്നവുമില്ല പാസ്റ്ററെ. അപ്പം ഈ ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അവന്റെ മനസ്സിൽ ചില പാഴ്വാക്കുകൾ കയറിയിട്ട്, എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വ്യർത്ഥവാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. അത് ഈ പിന്മാറ്റത്തോടുള്ള ബന്ധത്തിലും ആത്മീയമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ ആ വാക്ക് വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പാഴ്വാക്കുകളാ. സാത്താൻ ഹവ്വയോട് പറഞ്ഞതൊരു പാഴ്വാക്ക്. അത് തിന്നുന്ന നാളിൽ നീ മരിക്കയില്ല, അല്ലെങ്കിൽ നിനക്കിങ്ങനെ സംഭവിക്കുകയില്ല. നമുക്കറിയാം, വചനത്തിൽ വീണുപോയിട്ടുള്ള പല അവസരങ്ങളിലും പറയപ്പെട്ടുള്ള ചില പാഴ്വാക്കുകൾ, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വചനത്തിന് വിരോധമായിട്ടുള്ള വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഞാൻ ഒരു വിദേശ രാജ്യത്തായിരുന്നപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉള്ള ഒരു സഹോദരൻ ഈ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് കൂടെ ഞാൻ ഒരു ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ കടന്നു പോയപ്പോൾ അദ്ദേഹം ഒരു കൂട്ടായ്മയ്ക്ക് ചെന്ന ഒരാളിനോട് ചോദിക്കുക, എന്താ ബ്രദറെ നല്ലപോലെ ചിരിക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറേ നേരം ചോദിച്ച് അവസാനം പറഞ്ഞു, അല്ല പാസ്റ്റർ നിങ്ങൾക്ക് കൈവപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴുകൂടെ ഞാൻ ചിരിച്ചു പോയി. ദൈവമേ. അപ്പൊ ആ സമയത്ത് ഒരു 2 വർഷം മുന്നേ കൈവപ്പിനെ കുറിച്ച് ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതെന്നോട് അദ്ദേഹം ചോദിക്കാനിടയായിത്തീരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതുപോലുള്ള ചില വാക്കുകള് മറ്റു പലരും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്തിട്ട് ആത്മീയ പക്വതയോടെ ഇത് കാണാൻ കഴിയാത്ത ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് മനസ്സിലേക്ക് ഇത് പോകുമ്പോൾ, നമ്മളിപ്പോൾ നല്ല അവിയൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു റബ്ബർ കഷ്ണം നമ്മുടെ വയറ്റിലേക്ക് പോയാൽ അവിയലൊക്കെ ദഹിക്കും, ഈ റബ്ബർ കഷ്ണം ദഹിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദഹിക്കാത്ത ചില കഷ്ണങ്ങളായിട്ട്, അത് എനിക്ക് തോന്നുന്നു ഇന്റലക്ച്വൽ സ്നോബറി എന്നോ എന്തോ അതിന് പറയൂ, എനിക്ക് അറിയത്തില്ല. അതുപോലെ ചില വാക്കുകൾ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് അർത്ഥമറിയാത്ത, ആഴമറിയാത്ത ചില വാക്കുകളും ചില തിയോളജിയിലും ഒക്കെ പോയി നമ്മളങ്ങ് പെടും. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയും. ആ ഉത്തരം പറഞ്ഞതിനെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് പറയും. ഇങ്ങനെ ഒരു സൈക്ലിക്കായിട്ട് എന്താ ആ ഒരു വൊർട്ടക്സിൽ നിന്ന്, ആ ഒരു ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ ഉള്ള ചില ഇന്റലക്ച്വൽ ആയിട്ടുള്ള സൗണ്ടിങ് ആർഗ്യുമെന്റ്സ് കൊണ്ട് നമ്മുടെ വിരുദ് തെറ്റിച്ച് കളയുന്ന നിലയിലുള്ള ചില ക്ഷുദ്രങ്ങൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇടിവെട്ടിയ തെങ്ങ് പോലെ നിൽക്കുന്ന ചില വിശ്വാസികൾ. അത് അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തിൽ വളരെ തീഷ്ണതയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമായിരുന്നു.
എന്നാൽ പെട്ടെന്ന് ചില ചില കൺഫ്യൂഷൻസ് മനസ്സിലേക്ക് കടന്നു വരികയും, എന്നാൽ ഈ കൺഫ്യൂഷൻ തുറന്നു പറയുമല്ലോ. ഇപ്പം നമുക്കൊക്കെ കൺഫ്യൂഷൻ വരെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംശയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ സംശയം ഞാൻ എന്നിൽ തന്നെ വെച്ചോണ്ടിരിക്കുകയല്ല ചെയ്തത്, അത് ദൈവസന്നിധിയിൽ പറയാനും പ്രാർത്ഥിക്കാനും എന്നേക്കാൾ സീനിയറായിട്ടും എനിക്ക് സഹായം ചെയ്യുന്നതായിട്ടുള്ള സഹോദരങ്ങളോട് അത് പറഞ്ഞ് അവരുടെ സഹായം അവൈൽ ചെയ്യാനും ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുള്ളത് കൊണ്ട് ഒരു ഇതിലും കുടുങ്ങിക്കിടക്കാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടില്ല. എന്നാൽ സംശയങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും, നമുക്കറിയാമല്ലോ ചില ആൾക്കാർ ചെയ്യുന്നതാ. ഇപ്പൊ ഒരു കുടുംബജീവിതത്തിലാണെങ്കിൽ തന്നെ ഭാര്യയെ പറ്റിയോ ഭർത്താവിനെ പറ്റിയോ ഒരു സംശയ വിചാരം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ കടന്നു വന്നിട്ട് അത് തന്റെ പങ്കാളിയോട് പങ്കുവെക്കുന്നവനല്ലേ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിൽ വെച്ചോണ്ട് പുറത്തു പറയാതെ വേറൊരു നിലയിൽ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം പോലെയാ പല വ്യക്തികളും വിശ്വാസ ജീവിതത്തിൽ പെരുമാറിക്കൊണ്ടും മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കാര്യം വളരെ സിമ്പിളാ. കഴമ്പുള്ള കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ ഒരിക്കൽ, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ കടന്നു വന്ന സഹോദരൻ വളരെ പിന്മാറ്റത്തിൽ കടന്നുപോയി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വീട് അന്വേഷിച്ച് അങ്ങനെ ചെന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ പ്രശ്നം എന്താ? അത് എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയി. അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തില്ല ബ്രദറെ. അതുകൊണ്ട് ഞാൻ ഇനി വിശ്വാസത്തിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ അതൊന്നെടുത്ത് വായിച്ചു നോക്ക് ബ്രദറെ. ആ ജയിലറോടും കൂടെയുള്ളവരോടും സുവിശേഷം അറിയിച്ചിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അപ്പൊ ആ കുടുംബത്തിലുള്ള വ്യക്തികളോടൊക്കെ വചനം പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ ഒരു കുടുംബത്തിലുള്ള ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടും എന്നുള്ള ഗ്യാരണ്ടി അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ആ രാത്രിയിൽ വചനം കേട്ട എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അവർ രക്ഷിക്കപ്പെടും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ കുടുംബത്തിലുള്ള മറ്റു ചിലർ രക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് ഈ വചനം ആധാരമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും ആ സഹോദരൻ കൺവിൻസ്ഡ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊതിയാ തേങ്ങ പോലെ, ഇതൊരു ദഹിക്കാത്ത റബ്ബർ കഷ്ണം പോലെ അവന്റെ ഹൃദയത്തിൽ കയറിപ്പോയി. എന്നാൽ നമുക്കറിയാമല്ലോ, ഇതൊന്നും അല്ല പലപ്പോഴും വിഷയം. നമ്മൾ വായിക്കുന്നു, നടപ്പിൽ മടുപ്പുള്ളവന് വിശ്വാസത്യാഗമുള്ളവന് നടപ്പിൽ മടുപ്പ് വരും. അപ്പം നടപ്പിൽ മടുത്തു തുടങ്ങിയ ഒരു അവസ്ഥയിലാണ് ഇതുണ്ടാവുന്നത്. ഇപ്പൊ മുടിയൻ പുത്രൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോയിന്റിലല്ലല്ലോ അവന്റെ ജീവിതത്തിലെ പിന്മാറ്റം തുടങ്ങിയത്. അവന്റെ ഹൃദയത്തിലെ അനുഭവം എത്രയോ നാളുകൾ മുന്നേ തുടങ്ങിയതാണ്. അവസാനമാണ് അത് ആരാധനയ്ക്ക് വരുന്നില്ല, പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഈ നിലയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നത്. അതിനു മുന്നേ എത്രയോ നാൾ അവന്റെ ഹൃദയത്തിൽ ഈ വിമർശനപരമായ ചിന്താഗതികൾ പിശാചി വിതയ്ക്കുകയും അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് അത് പുറത്തറിയാൻ ഇടയായില്ല, അല്ലെങ്കിൽ അറിയേണ്ട വ്യക്തികൾ അത് അറിയാൻ തക്കവണ്ണം അവരുടെ അങ്ങനെ ആയിത്തീർന്നതുമില്ല. നോക്കിയാട്ടെ. അപ്പോൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഈ നമ്മുടെ വായി പിടിക്കാത്ത വലിയ വലിയ വാക്കുകൾ പറയാനും, നമ്മളെന്തോ സംതിങ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മുടെ വായി പിടിക്കാത്ത വലിയ വലിയ സംഗതികൾ പറയാനൊന്നും നമുക്ക് പോണ്ടെങ്കിൽ തന്നെ സമയമെടുത്തത് പഠിച്ചിട്ട് നമുക്ക് പോകാം. പലപ്പോഴും അനുകരണം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ വീണു പോകാനായിട്ട് അത് ഇടയായിട്ട് തീരും. എനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നു. കാരണം ഈ ഫാസ്റ്റായിട്ട് എഴുതാൻ എനിക്കറിയത്തില്ല. അപ്പൊ ക്ലാസ്സിൽ എപ്പോഴും സാറ് നോട്ട്സ് കൊടുക്കുമ്പം എവിടെയും വിട്ടേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, തൊട്ടടുത്തിരിക്കുന്നവൻ്റെ നോക്കി എഴുതാൻ തുടങ്ങി. അവസാനം എൻ്റെ ജീവിതത്തിൽ വളരെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാനത് തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ആ നോട്ട്സ് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഇനി അടുത്തിരിക്കുന്നവൻ്റെ നോക്കി എഴുതുന്ന പരിപാടിയില്ല. കാരണം അടുത്തിരിക്കുന്നവനെ നോക്കുമ്പോൾ എന്താ സാറ് പറയുന്നതെന്നുള്ളത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എന്ന് പറയുന്നത് പോലെ ഇന്ന് അടുത്തിരിക്കുന്നവരെ പലരും അനുകരിക്കുന്നത് ക്രിസ്തു എന്താണ് പറയുന്നതെന്നോ ദൈവത്തിന്റെ ഹിതം എന്താണെന്നോ അവർക്ക് നേരിട്ട് മനസ്സിലാക്കുന്ന പ്രിവിലേജാണ് വേറൊരു വ്യക്തിയിലേക്ക് നോക്കുന്നത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്നത്. എന്ന് മാത്രമല്ല, അത് നമുക്കറിയാമല്ലോ, സൂര്യപ്രകാശം ഏൽക്കേണ്ടടുത്ത് മൂൺലൈറ്റിൽ ഇരിക്കുന്നത്, മൂൺലൈറ്റ് എന്ന് പറയുന്ന ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടും വളരെ ഭാവന ഒത്തിരി പ്രത്യേകതയുള്ള ഒരു സംഗതിയാ. എന്നാൽ സൂര്യപ്രകാശത്തിൽ ഇരിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയേറ്റഡ് റിഫ്ലക്റ്റഡ് ഗ്ലോറി അല്ല നമുക്ക് കാണേണ്ടത്. നേരിട്ട് ക്രിസ്തുവിനോട് അവന്റെ അടുത്തേക്ക് വരാനും അവന്റെ കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാനും ദൈവം നമുക്ക് ഇടയാക്കി തീർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, നമുക്കിതുപോലുള്ള ആ ചില ക്ഷുദ്രങ്ങളിൽ നിന്നൊക്കെ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കാനും പ്രാപിക്കാനും കഴിയാതെ ചില ആവശ്യമില്ലാത്ത, എനിക്ക് പഴയ നിയമ ഭാഗത്ത് എവിടെയോ പറയുന്നത്, ചില വാക്കുകളെ വ്യർത്ഥ വാക്കുകളെ ഗർഭം ധരിക്കും എന്ന് വായിക്കുന്നത്.
എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പലരും അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത ചില തിയോളജി, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും, ഹൈപ്പോസ്റ്റാസിസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഞാൻ കേട്ടു, എനിക്ക് തോന്നി ഇത് 2-3 പഠിച്ച് ചില സ്ഥലത്തൊക്കെ പറഞ്ഞാൽ ഗംഭീരമായിരിക്കുമല്ലോ എന്ന് വെച്ച് ഞാൻ പോയി അങ്ങ് പറയാൻ പോവുക. എന്നാൽ ഇത് എൻ്റെ കയ്യിൽ തിയോളജിയുടെ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് റെഫർ ചെയ്യാനുള്ള ഗ്രീക്ക് ഇംഗ്ലീഷ് ഇതുണ്ട്, പല സാധനങ്ങളും എനിക്ക് സമാധാനമായിട്ട് ഇത്ര സമയമെടുത്തത് പഠിച്ച് എന്താണെന്ന് മനസ്സിലാക്കി പറയാവുന്നതേ ഉള്ളൂ. ഇത് വേറൊരാൾ പറയുന്നത് കേട്ട് അനുകരിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഇത് ഒരു നില കിട്ടാത്ത ഒരു അനുഭവത്തിൽ വിശ്വാസ ജീവിതം അനുകരണമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് നമുക്ക് ഈ ക്ലബ് ഹൗസിൽ തന്നെ കാണാമല്ലോ, ചില വ്യക്തികൾ ചില തെറ്റായ ഉപദേശങ്ങൾ പറയുന്നു എന്നുള്ളത് ശരിയാ. എന്നാൽ ഈ പറഞ്ഞു നടക്കുന്ന പലർക്കും ഈ നേതാവ് പറയുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ല. അതൊരു സത്യം. ഇപ്പൊ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണെന്ന് പറഞ്ഞുകൊണ്ട് പോകും. കണ്ണു തുറന്ന് പഴയ നിയമം പുതിയ നിയമം കൂടെ ഒരുമിച്ചൊന്ന് വായിക്കുന്നവന് പഴയ നിയമത്തിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പുതിയ നിയമമെന്നും, യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ഒക്കെ പഴയ നിയമത്തിലെ ദൈവത്തെ എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ടെന്നും ആ പഴയ നിയമത്തിലെ വചനത്തിന്റെ ഉദ്ധരണിയും ആ ദൈവത്തെയും റെഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും നേരിട്ട് മനസ്സിലാക്കുമ്പോൾ പിന്നെ അതിനേക്കാളും വലിയ തെളിവ് എന്താ വേണ്ടിയത്? കർത്താവ് പഴയ നിയമത്തിലെ ദൈവത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അംഗീകരിക്കുന്നു. കർത്താവ് പഴയ നിയമത്തിലെ യഹോവയായ ദൈവത്തെ അവന്റെ വചനമെടുത്ത് കർത്താവ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അത് അംഗീകരിക്കുന്നു. അത്ര സിമ്പിളാ അത്. അപ്പൊ ചില വാക്കുകളെക്കുറിച്ചും പദങ്ങളെക്കുറിച്ചും ഒക്കെ നടത്തിയിട്ട് സാധാരണക്കാരൻ അത് റെഫർ ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്ത നിലകളിലുള്ള ചില ഫിലോസഫികൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ റബ്ബർ കഷ്ണം ഒന്ന് ഛർദ്ദിച്ച് കളയാം, അത് നമ്മുടെ വയറ്റിൽ കിടക്കണ്ട. ആ റബ്ബറുകൾ വെറും റബ്ബറാ, അത് വെറും പാഴ്വാക്കുകളാ. അതിനെ നമ്മുടെ ആ മനസ്സിലെ ഗർഭത്തിൽ നമുക്ക് തള്ളിക്കളയാം. കാരണം ഇതൊന്നും അർത്ഥമുള്ള കാര്യങ്ങളല്ല. ക്രിസ്തുവിൽ നമ്മളെ അകറ്റി നിർത്താൻ വേണ്ടി മാത്രം ശത്രു ചില കണികളായിട്ട് ഉപയോഗിക്കുന്ന വിഷയങ്ങളാണ്. ഇത് പറയുന്നവനും അറിയത്തില്ല, അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്കും അറിയത്തില്ല. അതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവർക്കും ഇത് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 10 മിനിറ്റ് പറയേണ്ടതിന് 15 മിനിറ്റ്, അത് 15 23 മിനിറ്റ്, 20 മിനിറ്റ് അത് പറഞ്ഞു. അപ്പം അതാണ് ഈ പറച്ചിലിൻ്റെ ഒരു കുഴപ്പം. നോക്കിയാട്ടെ, അപ്പം ആ ആദ്യത്തെ ഭാഗം പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിർത്തുക. ഞാൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് ആ തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് ദൈവം അനുവദിച്ചാൽ ഞാനത് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാം എന്ന് പറയുന്നത്. ഇവിടെ കാണുകയാണ്, നിങ്ങളോട് ഇതൊന്നു മാത്രം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നമുക്കറിയാം ഈ ചോദിക്കുന്നതിന്റെ സാങ്കത്യം എന്താണെന്നുള്ളത് ചോദിക്കും. അറിയാം, ഒരു സുപ്രഭാതത്തിൽ 2 പേര് താണ്ട് നമ്മുടെ ആലയത്തിലേക്ക് വരുന്നു, അമ്പലത്തിന്റെ അടുത്തേക്ക് വരുന്നു. അവര് ആ അമ്പലത്തിന്റെ മുറ്റത്തിരുന്ന് ആ പിറവിയിലെ മുടന്തനായിരുന്ന ഒരുത്തനെ എന്ത് ചെയ്യുന്നു? ഞാൻ ഒന്നുകൂടെ ആ ഭാഗം എടുക്കാം. 14-ാം അധ്യായത്തിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നു, ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ടെന്ന് കണ്ടിരുന്ന് എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. നമുക്കറിയാം ഇതാണ് സംഭവം. അപ്പം അതിനെ തുടർന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവർക്ക് വലിയ കഷ്ടവും ആദ്യം അനുകൂലവും പിന്നെ പ്രതികൂലവും അവർക്ക് ഉണ്ടായെങ്കിലും അവിടെ ഒരു കൂട്ടം ആൾക്കാർ കർത്താവിന് വേണ്ടി വേർതിരിയാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പൊ ഇന്നലെ വരെ പാപത്തിൽ ജീവിച്ചവർ, ഇന്നലെ വരെ ഈ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രമാണത്തോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളോട് ഒരു ബന്ധവുമില്ലാത്തവർ, അടുത്ത ദിവസം നോക്കുമ്പോൾ ഇതാ അവര് ദർശനങ്ങൾ കാണുന്നു, അന്യഭാഷ പറയുന്നു, അവർ വേറൊരു ആത്മീയ തലത്തിൽ അവരായി തീർന്നു. അവർ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പൗലോസ് ഏത് നിലയിൽ കഴിഞ്ഞ ദിവസം ആ മുടന്തനെ സൗഖ്യമാക്കിയോ അതുപോലെ തന്നെ ഇന്നലെ വരെ പാപത്തിൽ നടന്നവരും അല്ലെങ്കിൽ അങ്ങനെ നടന്നവരൊക്കെ ഇതാ ഇന്ന് അവര് തന്നെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുകയും പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുകയും പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ആ നിലയിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കത്തക്കവണ്ണമുള്ള നിലയിൽ അവരെ ഈ ആരെയാണോ പൗലോസ് അതിനുവേണ്ടി അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ച ആരെയാണോ ദൈവം ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് പൗലോസ് മുഖാന്തരം, അവരെ ആ നിലയിൽ ചെയ്യുന്നതിന് ആ നിലയിൽ ദൈവീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള ഒരു നിലയിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് പരിച്ഛേദന ഏൽക്കാനോ അല്ലെങ്കിൽ ന്യായപ്രമാണം ആചരിക്കാനോ ന്യായപ്രമാണം പഠിക്കാനോ പോലും ഉള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിലാണ് ചോദിക്കുന്നത്,
നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? എന്തായിരുന്നു നിങ്ങൾക്കുള്ള യോഗ്യത? നിങ്ങൾ പല ഭാഷകൾ പറയുന്നുണ്ടല്ലോ, ദർശനങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത്ര പെട്ടെന്ന് അതൊക്കെ മറന്നുപോയോ? എന്തായിരുന്നു നിങ്ങളുടെ പശ്ചാത്തലം? കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ദിവസങ്ങൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം, നിങ്ങളുടെ ആ ശപിക്കപ്പെട്ട അനുഭവങ്ങളുമായിട്ട് ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്ത് നിമിത്തമാണ് ലഭിച്ചത്? ഇതൊക്കെ അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസ നീതിയായി കണക്കിടുന്ന ദൈവത്തിന്റെ നീതി കൊണ്ടാണ് ഇത് ലഭിച്ചത്. അല്ലാതെ നിങ്ങളുടെ യോഗ്യതയോ കഴിവോ ശ്രേഷ്ഠതയോ നിങ്ങൾ എന്തെങ്കിലും ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചിട്ട് അത് അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട് ദൈവത്തിന്റെ മുന്നിൽ നിന്നതല്ല. നിങ്ങളങ്ങനെ അനുഭവത്തിലേക്ക് വന്നു. തുടർന്ന് നമ്മൾ കാണുകയാണ് ആത്മാവെന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. 14 വാക്യം വരെ ഉണ്ട്. അതിലേക്ക് ഞാൻ ഇന്ന് പ്രവേശിക്കുന്നില്ല. അതിന് ചോദിക്കുക, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ വിശ്വാസത്താൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ പ്രവൃത്തി കൊണ്ടോ സമാപിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ട് പരിശുദ്ധാത്മ നിറവിലേക്ക് വന്ന പ്രിയ സഹോദരങ്ങളെ, ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ യോഗ്യതയൊന്നും അതിന് ആധാരമല്ലായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ യോഗ്യതയെ പറ്റി പറയുകയും നിങ്ങൾ ആ യോഗ്യതയുള്ളവരാണെന്ന് ചിന്തിക്കുകയും ആ യോഗ്യത വേണമെന്നും ആഗ്രഹിക്കുന്നു. എന്നാൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളൊന്നും അതിന്റെ റിസൾട്ടായിട്ടുണ്ടായതല്ല. എന്ന് മാത്രമല്ല, ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഈ കൃപാവരം ലഭിച്ചു, കൈവപ്പിനാൽ നിങ്ങൾക്ക് കൃപാവരമൊക്കെ ലഭിച്ചു. നിങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ. അതെന്തിനാ ചെയ്യുന്നത്? ഈ ചെയ്യുന്നവന്റെ എന്തെങ്കിലും യോഗ്യതയിലാണോ? ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരു കർത്താവിന്റെ ദാസനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ആത്മീയമായിട്ട് ശാരീരികമായിട്ട് വിഷമത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ പാസ്റ്ററെ ഒന്ന് കൈവച്ച് അദ്ദേഹം നേരത്തെ പാസ്റ്ററായിരുന്നു. അപ്പം അദ്ദേഹം അത് കൈവച്ച് പ്രാർത്ഥിച്ച്, അത്ഭുതകരമെന്ന് പറയട്ടെ, എന്നെ സൂചി കുത്തുന്ന പോലത്തെ വേദനയുള്ള ഒരു ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അന്ന് രാത്രി ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഞാനത് അടുത്ത ദിവസം പറഞ്ഞു. കാരണം ബുദ്ധിപരമായിട്ടോ മറ്റു പല നിലയിലോ അദ്ദേഹത്തിന് വലിയ ശ്രേഷ്ഠതകളൊന്നും ഇല്ലെങ്കിൽ തന്നെ, ഒരുപക്ഷെ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് പോലുള്ള ചില ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ദൈവം മാനം കൊടുക്കാൻ തക്കവണ്ണം ചില പ്രത്യേകതകൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നെനിക്ക് പിന്നെയും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് കഴിയും. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കിയാട്ടെ. അപ്പം ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ കൃപയുടെ അടിസ്ഥാനത്തിൽ. ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് നീണ്ടു പോകും. എത്രയോ മനോഹരമായ ഭാഗങ്ങളാണ് ദൈവം അനുവദിക്കുന്ന. പക്ഷെ നമുക്ക് നാളെ ഇത് ചിന്തിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. ഒത്തിരി പേർക്ക് ഇതിനെപ്പറ്റി ഒരു കൺഫ്യൂഷനാണ്. ഈയിടയ്ക്ക് എൻ്റെ ഒരു പ്രിയ സഹോദരൻ ദൂരെ ഇരുന്ന് എന്നോട് പറഞ്ഞു, അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ബ്രദറിനെ മനസ്സിലായോ? ഞാൻ ചോദിച്ചു, എന്നതാ ബ്രദറെ? അബ്രഹാമിന് ആടുണ്ടായിരുന്നു, മാടുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്ന് ബ്രദറിന് മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ചെയ്യണം ബ്രദറെ? ഇനി പോയി കുറച്ച് പശുവിനെയും ആടിനെയും മാടിനെയും ഒട്ടകത്തെയും ഒക്കെ മേടിച്ചോണ്ട് വരണോ? ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചേക്കുന്ന ഒരു ഭാഗമാണ് ഈ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നതാന്നുള്ളത്. അതിനെ ഒറ്റ വാക്കിൽ പറയാം, നാളെ നമുക്ക് ഒന്നുകൂടെ വിശദീകരിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ഈ രക്ഷയും നമുക്ക് ലഭിക്കുന്ന നിത്യതയുമാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. നിത്യത എന്ന് പറയുന്നത് കിട്ടുമോ കിട്ടുകയില്ല എന്നുള്ള കുറിച്ചുള്ള ഉറപ്പ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം. എബ്രായർക്ക് എഴുതുന്ന ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് 2 കാര്യങ്ങളും കൂടെ കൊണ്ട് ദൈവം ഉറപ്പ് കൊടുത്തു. ദൈവം ഒരിക്കൽ ആണയിട്ടു, ദൈവം അത് ഒരിക്കൽ വാഗ്ദത്തം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഈ വാഗ്ദത്ത അല്ലെങ്കിൽ ആ വാക്യം ഞാൻ മറന്നു, പെട്ടെന്ന് അതിന്റെ തുടക്കം ഞാൻ ഒരു മിനിറ്റ്. അപ്പോ എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ വചനം അറിയാതെ ഒത്തിരി പേര് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ഇപ്പോഴും പശുവും ആടും മാടും ഒക്കെ വരും. അപ്പൊ പശു ആടും മാടും ഒന്നും വരത്തില്ല എന്നല്ല പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ പറയുക, ഞാൻ ഒരിടത്ത് വന്ന് എൻ്റെ ഇപ്പൊ ബിജോ ബ്രദറിന്റെ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണം, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നല്ലപോലെ കുക്കൊക്കെ ചെയ്തു തരുന്ന ആളാ. അപ്പം ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിക്കുക, എന്താ അവിടുന്ന് തന്നെ?
ഓ നല്ലൊരു ഗ്ലാസ് ചൂടുവെള്ളം തന്നെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തെ അപമാനിക്കുന്ന പോലെ ആകത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇന്ന് ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഓ, ആടും മാടും ഒക്കെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്താ ഈ പറയുന്നത്? സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ ഈ പറയുന്ന അനുഗ്രഹങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. എന്നാൽ പഴയ നിയമത്തിൽ അതായിരുന്നു കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായി എനിക്ക് ദൈവത്തിന്റെ വലതുഭാഗം ഒന്ന് കാണണമെന്നുണ്ട്. കാരണം നമുക്കുള്ള എല്ലാ റൈറ്റും വെച്ചേക്കുന്നത് ഈ ദൈവത്തിന്റെ വലതുഭാഗത്താണ്. അപ്പം ഈ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം, ഈ ദൈവം നമ്മുടെ മേൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. നൊടുനേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായി തേജസ്സിനെ നിത്യകനം ഞങ്ങൾക്ക് പ്രാപിക്കാൻ ഇടവരുന്നു. എത്രയോ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്കിതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായർക്ക് എഴുതിയ 6-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു. അതിന്റെ 16-ാം വാക്യം, തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട് ഒരു മനുഷ്യൻ സത്യം ചെയ്യുന്നത് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിച്ചു കൊടുക്കാൻ ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. അപ്പൊ നമ്മൾ ഓടി വന്നത് എന്തിനാ? എബ്രായ വിശ്വാസികളോട് പറയാം, നമ്മൾ എന്തിനാ ഓടി വന്നേ? ഈ ആടിനെയും മാടിനെയും സ്വീകരിക്കാനും അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പോകാനും അല്ല നമ്മൾ ഓടി വന്നത്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളാനാ, ഈ നിത്യത പിടിച്ചുകൊള്ളാനാ. അല്ലെങ്കിൽ ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ പട്ടണം കണ്ട് ഈ ലോകത്തിൽ പരദേശിയെന്ന് എണ്ണി ജീവിച്ച അബ്രഹാമിന്റെ അതേ വിശ്വാസം പിന്തുടർന്നു വന്ന നാം വന്നിരിക്കുന്നത് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാനാ നാം ഓടി വന്നത്. പ്രത്യാശ പിടിച്ചുകൊള്ളുവാനായിട്ട് ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. എന്നിട്ട് പറയാം ആ പ്രത്യാശ അപ്പൊ പ്രത്യാശ പിടിച്ചുകൊള്ളാനാ ഓടി വന്നേ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു എന്ന് പറയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലെ കുറച്ച് ആടും മാടും ഇതിനൊന്നും വേണ്ടി ഓടി വന്നവരല്ല. നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഓടി വന്നവരാണ്. എഫേസ്യർക്ക് എന്ന ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ അനുസരിച്ച് നമുക്കൊരു നിത്യത ഉറപ്പുണ്ട്. നമുക്ക് നിത്യതയിൽ ദൈവം അനേക കാര്യങ്ങൾ കരുതുന്നുണ്ട്. ദൈവം നമുക്ക് പല കാര്യങ്ങളും അവിടെ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ദൈവം നമുക്ക് നൽകുന്ന അവകാശത്തിന്റെ ഉറപ്പിന് വേണ്ടി, അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ദൈവസന്നിധിയിൽ കുറച്ച് നേരം ആരാധിക്കണം എന്ന് തോന്നുക. കാരണം അത്ര ആഴമായിട്ട് പറഞ്ഞേക്കെ, എനിക്ക് സ്വർഗം ഉറപ്പാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉറപ്പാണ്. ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും എനിക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഉറപ്പാണ് എന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അവന്റെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടും ഇരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് എന്താ? അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്കുള്ളതാണ്, അത് വേറെ ആർക്കും കൊടുക്കത്തില്ല. അല്ലെങ്കിൽ എനിക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം എനിക്ക് തന്നെ ലഭിക്കും. എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ വിളിയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. ആ നിത്യതയുടെ അത് വാഗ്ദത്തം കൈവശമാക്കാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉറപ്പായിട്ട് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുക. ഹല്ലേലൂയ. ദൈവനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വിശ്വാസത്തിന്റെ ഈ ഓട്ടത്തിന്റെ ലക്ഷ്യം എത്ര മഹത്തരമാണെന്ന് ഓർത്ത്, ദൈവത്തിന്റെ വിളി എത്ര ആഴമേറിയതും എത്ര നമ്മൾ ഈ വിചാരിക്കുന്നത് പോലുള്ള ചില സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ഈ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്നത് എന്നുള്ളത്. അത് കൃപയാൽ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇന്ന് വിളിച്ചിരിക്കുന്നു. അതിന് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ അതിന് യോഗ്യതയുള്ളവരായിട്ട് അവൻ എണ്ണിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഈ ദിവസങ്ങളിൽ ആത്മാവിനവനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.